ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മൾ പഴയ കാലത്തൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന പാൽക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോൾ അധിക കടകളിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. നമുക്കിത് കുറച്ച് ദിവസം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് വെച്ചിട്ട് ഇത് ചെയ്യാം. മൈദയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു 20-25 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരാൻ, ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറാൻ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അടുത്തതായി സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 1/2 കപ്പൊക്കെ മതിയാകും. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മൊത്തമായിട്ട് പൊടി നനയാൻ വേണ്ട ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് ഒരു അളവാണ്. നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒരല്പസമയം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ മതിയാകും. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പാൽക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്